എൻ്റെ അമ്മ മാതാവിനും കോടാനുകോടി നന്ദി ഞാൻ പറയാണ്. നന്ദിയിലപ്പുറം ഞാൻ ഈ ജന്മം മുഴുവനും എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും ഞാൻ കടപ്പെട്ടവളാണ്. ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് ഫെബ്രുവരിയിലാണ്. എൻ്റെ അമ്മയുടെ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഫെബ്രുവരിയിലാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. വരാനുള്ള കാരണം എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്കൊരു അപൂർവമായൊരു അസുഖത്തിൻ്റെ പേരൊന്നും അറിയില്ല, എന്തസുഖമാണെന്നും അറിയില്ല, അതിന് മരുന്നുമില്ല. പക്ഷേ അസുഖം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാനസികമായ വിഭ്രാന്തി, എപ്പോഴും ചില സമയത്ത് പറയണതൊന്നും ഓർമ്മയില്ല, ചെയ്ത കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, എന്താ പറയണേന്ന് അറിയണില്ല, എന്താ ചെയ്യണേന്ന് അറിയില്ല, ഭക്ഷണം ഇറങ്ങില്ലായിരുന്നു. അതുപോലെ തന്നെ ഉമിനീര് പോലും അമ്മ ഇറക്കില്ലായിരുന്നു. ഒരു മെഡിസിൻ 22 കൊല്ലമായിട്ടൊരു മെഡിസിൻ കഴിക്കുകയാണ്. ആ മെഡിസിൻ്റെ ഒരു ഇതിൽ മാത്രമാണ് ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. ആ മെഡിസിൻ ഒരു ദിവസം മുടങ്ങിയാൽ ഭക്ഷണം കഴിക്കില്ല. അതുപോലെ ഉമിനീര് വന്നതുമൊക്കെ തുപ്പിക്കളയുമായിരുന്നു. അങ്ങനത്തെ ഒരു രോഗമായിരുന്നു. എന്താണ് അസുഖം എന്ന് ഇന്ന് വരെ ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതെന്താ അസുഖമാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വിഷമത്തോടുകൂടി അങ്ങനെ 22 കൊല്ലമായിട്ട് ആ മെഡിസിൻ ഇങ്ങനെ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഫെബ്രുവരിയൊക്കെ ആയപ്പോഴേക്കും അമ്മയ്ക്ക് വീണ്ടും അസുഖം വന്നു. അമ്മയ്ക്ക് ഓർമ്മയില്ലാതായി, ഭക്ഷണം കഴിക്കാതെയായി. ഒരാഴ്ചയായിട്ട് ഒന്നും കഴിക്കണില്ല, ഉമിനീര് പോലും വന്നത് തുപ്പി കളയുമായിരുന്നു. അങ്ങനെ എൻ്റെ വല്യമ്മയാണ് ആദ്യമായിട്ട് മോനെ നമുക്ക് അന്നായിരുന്നു അമ്മയടുത്തൊന്ന് കൊണ്ടുപോയി നോക്കാം, കൃപാസനത്തിൽ അമ്മയടുത്തൊന്ന് കൊണ്ടുപോയി നോക്കാം, ഇനി അവസാന വഴി അതേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല, ഡോക്ടർമാർക്ക് കൊണ്ടുപോയാലും അവർ ചെക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ ഒരു അസുഖവും ഇല്ല എന്നാണ് പറഞ്ഞു വിടണത്. അപ്പോൾ അങ്ങനെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വല്യമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഇരട്ട സഹോദരിയാണ്. ഒരുപോലെയാണ് ഇവർ, ഒരേ വയസ്സും ഒരേ പ്രായവും, 5 മിനിറ്റത്തെ വ്യത്യാസമേ ഉള്ളൂ. വല്യമ്മയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ അന്നത്തെ ദിവസം അമ്മയുടെ അടുത്ത് ഞാൻ ആദ്യം അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ കിട്ടുമെന്ന് കരുതിയാണ് അന്ന് വന്നത്. പക്ഷേ ഇവിടെ വന്ന് ഓഫീസിൽ തിരക്കിയപ്പോഴാണ് അറിയണത് ഉടമ്പടി എടുത്തവർക്കേ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ കിട്ടുള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ വിഷമിച്ച് ഞാൻ അമ്മയുടെ മുമ്പിൽ നിന്ന് അടക്കി ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അമ്മ അവിടെ അങ്ങനെ ഇരുന്നതും പെട്ടെന്ന് അമ്മ തല കറങ്ങി അവിടെ തന്നെ വീണു. ആ ഇരുന്ന സ്ഥലത്ത് തന്നെ അമ്മ മറിഞ്ഞ് വീണു. അപ്പോൾ എല്ലാവരും ചുറ്റുമുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലായിടത്തും എല്ലാം ഫുള്ള് കാര്യങ്ങൾ വിവരിക്കാൻ പറ്റാത്തതുകൊണ്ട് തല കറങ്ങി വീണതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അടുത്തുള്ളൊരു ചേച്ചി എനിക്കൊരു കുപ്പി വെള്ളമൊക്കെ തന്നിട്ട് പറഞ്ഞു മോളെ വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യും കാലും കിടന്ന് വിറയ്ക്കുക, എന്താ നമുക്കൊന്നും അറിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പയ്യെ കണ്ണ് തുറന്നിട്ട് എന്നോട് പറഞ്ഞു മോനെ എൻ്റെ അസുഖം എന്തോ കുറഞ്ഞു പോയ പോലെ, എൻ്റെ ശരീരത്തിൽ എന്തോന്ന് ഇറങ്ങിപ്പോയ പോലെ എന്ന് തോന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ അമ്മ പറയണേ, ഒന്നും ഉണ്ടാവില്ല, അമ്മ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മനെ കുറച്ച് നേരം കൂടെ 5 മിനിറ്റും കൂടെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കണ്ണീരോടെ, ഞങ്ങളുടെ കണ്ണീന്ന് ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. കാര്യം അവസാന വഴിയാണ് അമ്മയെടുത്ത്, ഇനി വേറെ പോകാൻ സ്ഥലമോ മരുന്നോ ഒന്നുമില്ല. ആ കഴിക്കണ മരുന്നും ഇപ്പം ശരീരത്തിൽ റിയാക്ട് ചെയ്യാതെയായി. കാര്യം അത് കഴിച്ച് ആ മരുന്നും ശരീരത്തിൽ പിടിക്കാതെയായി. വേറെ മെഡിസിനും ഇല്ല, ലാസ്റ്റ് മെഡിസിൻ അതേ ഉള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളൊരു പൊതി ചോറ് കരുതിയിട്ടുണ്ടെന്ന് എൻ്റെ വല്യമ്മ പറഞ്ഞ് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും, ഒരു പൊതി ചോറും കൂടി എടുക്കാം നമുക്ക്, പോണ വഴിക്ക് ചിലപ്പോൾ അമ്മയുടെ സന്നിധിയിൽ വെച്ച് തന്നെ അവളത് കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഒരു പിടി ചോറ് കയ്യെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് മാറി ഒരു വഴിവക്കിലൊരു സൈഡിലിരുന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് വിശക്കണുണ്ട് നല്ലോണം, എനിക്ക് ചോറ് താന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേഗം ആ ചോറ് പൊതി കഴിച്ച് അമ്മയുടെ കൊടുത്തു. അത്ഭുതം എന്ന് പറയട്ടെ, അമ്മ ആ ചോറ് വേഗം വാരി കൈ നിറച്ചും ഒരു ബുദ്ധിമുട്ടും കൂടാതെ അമ്മ ആ ചോറ് വാരി കഴിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. കാര്യം അത്ര അമ്മ അങ്ങനെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കണത് ഞങ്ങളങ്ങനെ കണ്ടിട്ടില്ല. അത്രയും നാൾ കൂടിയിട്ട്, ഇത്ര വർഷങ്ങൾ കൂടിയിട്ട് അമ്മ ചോറും പൊതി വാരി നല്ലോണം ആസ്വദിച്ച് കഴിക്കണുണ്ടപ്പോൾ എനിക്ക് എന്താ അത്ഭുതം നടന്നതെന്ന് പോലും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഏപ്രിൽ 22 2025 ഉടമ്പടി എടുത്തത്. ഉടമ്പടി കാര്യങ്ങളൊക്കെ നിബന്ധനകളൊക്കെ എന്നാൽ പറ്റുന്ന വിധം ഞാൻ ചെയ്തു പോന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷെ അമ്മ അപ്പോഴും ഈ ഭക്ഷണമൊക്കെ അമ്മയ്ക്ക് ഇപ്പം കഴിക്കാൻ അത് കഴിഞ്ഞ പിന്നെ അമ്മയ്ക്ക് യാതൊരുവിധ ഭക്ഷണം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷെ മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി. ഒക്ടോബർ 1 ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഉമിനീര് അമ്മ ഇങ്ങനെ അപ്പോഴും തുപ്പുന്നുണ്ടായിരുന്നു. ഉമിനീര് തുപ്പുന്നത് അമ്മ അപ്പോഴും അമ്മയ്ക്കത് മാറിയിട്ടുണ്ട്. കാര്യം അപ്പം അമ്മ പറയണത് എന്താണെന്ന് വെച്ചാൽ ഉമിനീര് ഇറക്കിയാൽ അമ്മ മരിച്ചു പോകും. അമ്മയ്ക്ക് അങ്ങനത്തെ എന്തോ പൈശാചികമായ ദോഷങ്ങൾ കൊണ്ടാണോ ദുഷ്ടപ്രവൃത്തികളുടെ ശക്തികൾ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു രോഗം, അപൂർവമായൊരു രോഗം എന്നും അറിയില്ല. പക്ഷെ അമ്മ പറയണ ഉമിനീര് ഇറക്കിയാൽ അമ്മ മരിച്ചു പോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, അമ്മ ഒന്ന് ഇറക്കി നോക്കുമെന്ന് പറഞ്ഞ് അമ്മ ഇറക്കിയപ്പോൾ അമ്മ പെട്ടെന്ന് ശരീരമൊക്കെ വിറച്ച് അമ്മ നിലത്ത് വീണു. അപ്പം എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് അത് പറ്റാത്തത് കൊണ്ടാണ്, അമ്മ മനഃപൂർവ്വം അല്ല, അത് പറ്റാത്തത് കൊണ്ടാണ് അമ്മ അത് ചെയ്യാത്തതെന്ന് മനസ്സിലായി. അപ്പം ഞങ്ങളിപ്പോൾ തീരുമാനമെടുത്തു, അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വേണമെന്ന് മനസ്സിൽ ശക്തമായ തോന്നലുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഈ കഴിഞ്ഞ ഡിസംബർ 3 ഇവിടെ വന്നു. എല്ലാം ഞങ്ങൾക്ക് അച്ഛൻ്റെ കാണാനുള്ള അനുവാദം കിട്ടി. അങ്ങനെ അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ നടന്നു. കറക്റ്റ് അച്ഛന് ഞങ്ങൾ 3 ഇവിടെ വന്ന് അമ്മേനെ ആ സൈഡിൽ അവിടെ ഇരുത്തി. അമ്മയുടെ ഊഴ ആയപ്പോഴേക്കും അച്ഛൻ കൃത്യം അമ്മയുടെ തൊണ്ടയിൽ 3 കുരിശ് വരച്ചു. എങ്ങനെയാണ് അച്ഛന് കൃത്യമായിട്ട് എൻ്റെ അമ്മയുടെ അസുഖം എങ്ങനെ മനസ്സിലായെന്ന് എനിക്കറിയില്ല. പക്ഷേ അച്ഛൻ എൻ്റെ അമ്മയുടെ തൊണ്ട നോക്കി 3 കുരിശ് തൊണ്ടയിൽ വരച്ചു. ആ ക്ഷണനേരം തന്നെ അമ്മ അമ്മയുടെ വായിൽ വരുന്ന ഉമിനീര് അമ്മ ഇറക്കാൻ തുടങ്ങി. പിന്നെ ഈ നിമിഷം വരെ അമ്മ തുപ്പിയിട്ടില്ല. വായിലുള്ള ഉമിനീരൊന്നും അമ്മ തുപ്പിക്കളഞ്ഞിട്ടില്ല. അത് മുഴുവൻ ഇറക്കുക ചെയ്യണത്. ഇതുവരെ ഒരു പ്രശ്നമോ അമ്മയ്ക്ക് പിന്നെ മാനസികമായ പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ അമ്മയ്ക്ക് ആ സമയത്ത് തന്നെ പിന്നെ ഞങ്ങൾ അന്ന് തൊട്ട് അപ്പം അമ്മ വീട്ടിൽ പോയപ്പോൾ ചോദിച്ചു, മരുന്ന് കഴിക്കണോ മോനെ, ഇനി മരുന്ന് കഴിക്കും. ഞാൻ വേണ്ട അമ്മ, ഇനി മരുന്ന് കഴിക്കണ്ട. കാര്യം അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷക്കാട്ട് വേറെ ഒന്നും നമുക്ക് ഇനി ഇല്ല. അതിനെക്കാട്ടും വലിയൊരു മരുന്ന് ഈ ലോകത്തില്ല. അതുകൊണ്ട് അമ്മ ഇനി മരുന്ന് കഴിക്കണ്ട, ഇന്ന് തൊട്ട് നമുക്ക് ആ മരുന്ന് നിർത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 3 തൊട്ട് ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഇന്ന് വരെ ആ മെഡിസിൻ കഴിച്ചിട്ടില്ല. ഇപ്പം മെഡിസിനൊന്നും ഇല്ലാതെയാണ് മുന്നോട്ട് പോകണം. ഇതുവരെ യാതൊരു കുഴപ്പമില്ല. അമ്മയ്ക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണു. ഇതെൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോപ്പം ഞങ്ങളുടെ കരം പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അമ്മ ഉണ്ടാവില്ലായിരുന്നു. കാര്യം ഒരാൾക്ക് ഭക്ഷണം കഴിക്കാതെ എത്ര നാൾ ജീവിക്കാൻ പറ്റും? ഏറിപ്പോയ 1 മാസം പോലും സാധിക്കില്ല. പക്ഷെ അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ എൻ്റെ അമ്മ മാതാവ് ഞങ്ങളുടെ കരം പിടിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് അമ്മ എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു വലിയ അനുഗ്രഹം അമ്മ മാതാവ് ഈശോപ്പയും ഞങ്ങൾക്ക് തന്നതാണെന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിന് എൻ്റെ അമ്മ മാതാവ് ഈശോപ്പയോട് ഈ ജന്മം മുഴുവൻ ഞാൻ കടപ്പെട്ടവളാണ്. അതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു ഡിഗ്രി എക്സാമിന് വേണ്ടി ഒരു കോഴ്സ് പഠിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ബികോമിന് കമ്പ്യൂട്ടറാണ് എടുത്തത്. പക്ഷേ കോർപ്പറേഷൻ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് കോർപ്പറേഷനും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഗ്രി എക്സാമിന് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ തലേ ദിവസം കോളേജിൽ പോയി ഹോൾ ടിക്കറ്റൊക്കെ വാങ്ങി. അപ്പം എന്നെ കോളേജിൽ നിന്ന് അവരൊന്നും പറഞ്ഞു വിട്ടില്ല, വേറെ എന്തെങ്കിലും വേണോ ഒന്നും പറഞ്ഞു വിട്ടില്ല. ഹോൾ ടിക്കറ്റ് വെറുതെ തന്നു വിടുക ചെയ്തത്. പിറ്റേ ദിവസം ഞാൻ എക്സാമിന് 1:30ക്കാണ് എനിക്ക് എക്സാം. ഞാൻ ഒരു 12:30 ആയപ്പോൾ എത്തിക്കഴിഞ്ഞ് ഞാനിങ്ങനെ ഹോൾ ടിക്കറ്റ് നോക്കി റൂം നമ്പർ നോക്കുകയാണ്, ഏത് റൂമിലാണ് എനിക്ക് ഇരിക്കേണ്ടതെന്ന് നോക്കാൻ വേണ്ടി. ഞാൻ ആ ബോർഡിൽ ഉള്ള നമ്പറും എൻ്റെ ഹോൾ ടിക്കറ്റ് നമ്പറുമായിട്ട് ഇങ്ങനെ ഒത്തു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2 കുട്ടികൾ എൻ്റെ പുറകെ വന്നിട്ട് പറഞ്ഞു, ചേച്ചിയുടെ ഹോൾ ടിക്കറ്റിൽ എന്താ ഫോട്ടോ ഇല്ലാത്തത്? ഫോട്ടോയും അതുപോലെ ഫോട്ടോയുടെ മേളിൽ ആരെങ്കിലും അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം, ഗവൺമെൻറ് സ്റ്റാഫ് ആരെങ്കിലും അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സമയം 12:30 ആയി. എനിക്ക് 1:30ക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഞാനത് കേട്ടപ്പോൾ എനിക്ക് വെപ്രാളമായി. ഞാൻ വേറെ കുട്ടികളുടെയൊക്കെ നോക്കുക, എല്ലാ കുട്ടികളുടെയും ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്, അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കയ്യിൽ മാത്രമേ ഇല്ല. അപ്പോൾ ഞാൻ വേഗം ഓഫീസിലോട്ട് ഓടിച്ചെന്നു. ഞാൻ അവിടെ പോയി അവിടുത്തെ സാറിനോട് ചോദിച്ചു, പ്രിൻസിപ്പളിനോട് ചോദിച്ചു, ഇന്ന പോലെ ഫോട്ടോയും ഇതും അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണോ, ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, എക്സാം എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു അങ്ങനെ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഫോട്ടോ ഇല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല, അതുപോലെ അറ്റസ്റ്റും ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ അടുത്ത കൊല്ലം എക്സാം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വളരെ വിഷമത്തിൽ എൻ്റെ കൈയും കാലും വിറയ്ക്കുക. ഞാൻ വളരെ പ്രതീക്ഷയോടെ എക്സാം എഴുതില്ല, തയ്യാറെടുപ്പോടെ പോയതാണ്. പെട്ടെന്ന് എനിക്കിത് കേട്ടപ്പോൾ, കാര്യം സമയമില്ല, എൻ്റെ മുമ്പിൽ 1:30ക്ക് എക്സാമാണ്, ആകെ കുറച്ച് സമയത്തിനുള്ളിൽ ഫോട്ടോ കയ്യിലില്ല, ഫോട്ടോ എടുക്കണം, പോയി എടുത്തിട്ടേ ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ വിറച്ച് കോളേജിൻ്റെ ഗേറ്റിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ്.
ബസ് കാത്ത് നിൽക്കുകയാണ്, ഫോട്ടോ എടുക്കാൻ പോണ സ്ഥലത്തേക്ക് ബസ് കാത്ത് നിൽക്കുകയാണ്. പക്ഷെ ഒറ്റ ബസ് വരണില്ല. ആ വഴി അങ്ങനെ ബസ് റൂട്ടുള്ളതല്ല. കുറേ നേരം ഒരു 10 മിനിറ്റ് അടുത്ത് ഞാൻ നിന്നു അവിടെ തന്നെ. പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ എൻ്റെ മുമ്പിൽ വന്നു. അപ്പോൾ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, നീ അതിന് കൈ കാണിക്കാൻ പറഞ്ഞു. ഞാൻ വേഗം ഓട്ടോറിക്ഷ കൈ കാണിച്ച് ഓട്ടോറിക്ഷക്കാരൻ്റെ മുമ്പിൽ നിർത്തി. അപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞ് കണ്ണ് കലങ്ങി ഇങ്ങനെ വിറച്ച് നിൽക്കണ്ടപ്പോൾ എന്ത് പറ്റി മോളേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എക്സാം 1:30 സ്റ്റാർട്ട് ചെയ്യും, ഫോട്ടോ ഒട്ടിച്ചിട്ടില്ല, അറ്റസ്റ്റ് ചെയ്യിച്ചിട്ടില്ല, ഇത് ചെയ്യാതെ എക്സാം എഴുതിക്കില്ല എന്നവർ പറഞ്ഞപ്പോൾ മോള് കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ വേഗം ഓട്ടോറിക്ഷ കയറി. ആ ചേട്ടൻ എന്നെ ഒരു സ്റ്റുഡിയോയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി. വേഗം ഞാൻ ഫോട്ടോ എടുത്തു. 5 മിനിറ്റിനുള്ളിൽ എനിക്ക് 4 ഫോട്ടോ വേഗം എടുത്ത് തന്നു. അപ്പോൾ അവിടെ കൊടുക്കാൻ പൈസ ഉണ്ടായില്ല എൻ്റെ കയ്യിൽ. കാര്യം ഞാൻ ആകെ ബസ് കാശ് മാത്രം കയ്യെ പിടിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ പൈസ ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ആ സ്റ്റുഡിയോയിലെ ആൾ പറഞ്ഞു, പിന്നെ തന്നാൽ മതി. ആ ചേട്ടനും എനിക്ക് അവിടെയും അമ്മ അനുഗ്രഹം തന്നു. പിന്നെ തന്നാൽ മതി മോൾ, എക്സാം എഴുതി കഴിഞ്ഞിട്ട് വന്നിട്ട് തന്നാലും മതി എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. പിന്നെ നേരെ പോയതൊരു ഗവൺമെൻറ് സ്കൂളിലാണ്. ഗവൺമെൻറ് സ്കൂളിൽ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് നിന്ന് അവിടെ നിന്ന് അറ്റസ്റ്റും ചെയ്യിപ്പിച്ച് വാങ്ങിച്ച് ആ ഓട്ടോറിക്ഷയെ തന്നെ ആ ചേട്ടൻ തന്നെ എന്നെ തിരിച്ച് കോളേജിൻ്റെ വാതിക്കൽ 1:15 മുമ്പായിട്ട് എന്നെ എക്സാം ഹാളിൽ മുമ്പിൽ കൊണ്ട് നിർത്തി. എന്താ പറയേണ്ടത് എനിക്ക്? ഞാൻ ആ എക്സാം എഴുതാതെ തിരിച്ചു സന്തോഷത്തോടുകൂടി ഞാൻ എക്സാം എഴുതി. ഒരിക്കലും ആ എക്സാം എഴുതാതെ തിരിച്ചു പോരും എന്നാണ് ഞാൻ വിചാരിച്ചത്. കാര്യം 1:30 മുമ്പിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കിട്ടുകയെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. കാര്യം ബസ് വാഹനങ്ങളൊന്നും വരാത്തൊരു റൂട്ടാണ്. കുറേ ഒരു മണിക്കൂറൊക്കെ നിന്നിട്ടാണെങ്കിൽ ഒരു ബസ്സൊക്കെ വരണം. ഒരു ഓട്ടോറിക്ഷ പോലും കിട്ടാത്തൊരു സ്ഥലമാണ്. അതെൻ്റെ അമ്മ മാതാവ് ഓട്ടോറിക്ഷക്കാരൻ്റെ രൂപത്തിൽ എൻ്റെ മുന്നിൽ വന്ന് എൻ്റെ അമ്മ എന്നെക്കാളും കൂടുതൽ എനിക്ക് എന്താ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ് എൻ്റെ അമ്മ വന്ന് ചെയ്തെന്ന് ഞാൻ പരിപൂർണമായി അടിയുറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ അന്ന് ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നു. ആ എക്സാം ഞാൻ ഒരിക്കലും എഴുതില്ലായിരുന്നു. അതെൻ്റെ അമ്മ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ എന്നും അടിയുറച്ച് വിശ്വസിക്കുന്നു. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ വീട്ടിൽ ഡ്രെയിനേജിൻ്റെ പൈപ്പ് റോട്ടിൽ, അതായത് ആൾക്കാരൊക്കെ മെയിൻ റോഡിൻ്റെ സൈഡിൽ കൂടെയാണ് സൈഡ് ക്രോസ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് ഡ്രെയിനേജിൻ്റെ പൈപ്പ് കാനയിലോട്ട്. അപ്പോൾ അതൊരു വട്ടം ബ്ലോക്കായിട്ട് നമ്മുടെ വെള്ളമൊക്കെ റോട്ടിൽ ഇങ്ങനെ റോട്ടിലോട്ട് ഒഴുകുന്ന കണ്ട ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞു, നിങ്ങളുടെ പൈപ്പാണെന്ന് തോന്നുന്നു പൊട്ടിയിട്ടിരിക്കുന്നത്, ഭയങ്കര സ്മെല്ലുണ്ട്, ഞങ്ങൾക്ക് വഴിയിലൊക്കെ നടക്കണ്ടേ, നിങ്ങളത് എത്രയും വേഗം ശരിയാക്കണം, ഡ്രെയിനേജിൻ്റെ ഇത് ശരിയാക്കണം, പെട്ടെന്ന് തന്നെ ശരിയാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കും അറിയില്ലായിരുന്നു നമ്മുടെ പൈപ്പാണ് പൊട്ടിയേ. ആൾക്കാരിങ്ങനെ വന്ന് പറഞ്ഞപ്പോഴാണ് അറിയണത് നമ്മുടെ വീട്ടിലെ പൈപ്പാണ് പൊട്ടിയെന്ന്. അപ്പോൾ അച്ഛൻ അന്ന് തന്നെ കുറേ ആൾക്കാരോട് ചോദിച്ചു ഇങ്ങനെ പോലെ ചെയ്തു തരാൻ വേണ്ടിയിട്ട്. പക്ഷെ ആരും ഡ്രെയിനേജിൻ്റെ പൈപ്പായതുകൊണ്ടോ എന്തോ, അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ സാങ്ഷനൊക്കെ വേണം ഇത് ചെയ്യണമെങ്കിൽ, അപ്പോൾ ആരും അതിന് മുന്നിട്ട് വന്നില്ല ചെയ്യാനായിട്ട്. അങ്ങനെ അമ്മമാതിനോട് വിഷമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങളപ്പോൾ അന്ന് തലേന്ന് ദിവസം രാത്രി ഞങ്ങളവിടെ അമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, അമ്മേ നാളെ തന്നെ ഇത് ശരിയാക്കണം, കാര്യം അല്ലെങ്കിൽ ആൾക്കാർ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് കംപ്ലൈൻറ്റ് പറയുകയാണ്, നമ്മുടെ പൈപ്പ് വഴി നടക്കാൻ പറ്റില്ല, വഴിയിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് പറയുകയാണ്. അപ്പോൾ അമ്മയുടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പിറ്റേ ദിവസം ഒരു ചേട്ടൻ നമ്മുടെ ഇത് ശരിയാക്കി തരാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ, കാര്യം ആ ചേട്ടന് പേടിയൊന്നും അല്ല, എല്ലാവരും ചോദിച്ചിട്ട് അവർ മുനിസിപ്പാലിറ്റി അവർ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് എല്ലാവരും വഴിമാറി. പക്ഷെ ആ ചേട്ടൻ എന്തുകൊണ്ടും മുന്നിട്ട് വന്ന് കുഴപ്പമില്ല ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ വളരെ കഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്ലോക്കിൽ വലിയൊരു കരിങ്കല്ല് ഇങ്ങനെ കയറിയിരിക്കുമായിരുന്നു ആ പൈപ്പിനകത്ത്. അത് വന്ന് ബ്ലോക്കായതാണ്. ആ ചേട്ടൻ വളരെ കഷ്ടപ്പെട്ട് ആ കല്ലെടുത്ത് കളഞ്ഞു. അങ്ങനെ പിന്നീട് ഇന്ന് വരെ ആ ഒരു ബ്ലോക്കോ ഒന്നും വന്നിട്ടില്ല. അതും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ സാധിച്ചതാണ്. ഇതെല്ലാം എൻ്റെ അമ്മ മാതാവ് ഇതുപോലെ ഒത്തിരി ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എന്ന് ഞങ്ങളുടെ കയ്യെ കിട്ടി. അന്ന് തൊട്ട് അമ്മ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ മാത്രം, എന്ത് വിഷമം പറയാനും അമ്മ ആ നിമിഷം തന്നെ ഞങ്ങൾക്ക് അത് സാധിച്ചു തരും. ഒത്തിരി അനുഭവങ്ങളുണ്ട്, അതൊന്നും ഇവിടെ പറയാൻ ഇപ്പോൾ പറ്റാത്തത് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞതേ ഉള്ളൂ. എല്ലാം അമ്മ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഞങ്ങളുടെ കൈ പിടിച്ച് അമ്മ നടത്തുന്നുണ്ട്. ഞങ്ങളെ ഓരോ ദിവസവും അമ്മയെ വിളിച്ചാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ ജന്മം മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ അമ്മയെ തിരിച്ചു തന്നതിന് 1000 നന്ദി, 1 കോടി നന്ദി, 1000 നന്ദി പറയുന്നു അമ്മയെടുത്ത്. അതുപോലെ എൻ്റെ അമ്മയ്ക്ക് 2 വാക്ക് നന്ദി പറയാനായിട്ട്. എൻ്റെ അസുഖം എൻ്റെ മാതാവ് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നും ഇരുന്ന് എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കും. ഒരു ദിവസം പോലും ഇല്ല ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാത്തത്. എനിക്ക് തുപ്പലിറക്കി തന്നതിനും, എനിക്ക് വെള്ളം കുടിപ്പിച്ചു തന്നതിനും, എനിക്ക് ഭക്ഷണമൊക്കെ ഇറക്കി തന്നതിനും, എൻ്റെ ഗുളിക നിർത്തി തന്നതിനും എൻ്റെ അമ്മയോടും തിരുകുമാരനോടും കോടാനുകൂടി നന്ദി ഞാൻ
പറയുകയാണ്. എന്നും എൻ്റെ അമ്മേനെ മരണം വരെ എൻ്റെ അമ്മേനെ തൊഴുത് അമ്മയോട് പ്രാർത്ഥന, ഈ ഒരാഗ്രഹം മാത്രമേ ഇനി എനിക്കുള്ളൂ ജീവിതത്തിൽ. അതെന്നും സാധിച്ചു തരുന്നു അമ്മേ, അത് മാത്രം എനിക്ക് സാധിച്ചു തരണേന്ന് എന്നും എൻ്റെ പ്രാർത്ഥന. എൻ്റെ പേര് ലേഖ, ഞാൻ അനീത്തിയാണ്. എൻ്റെ അമ്മയുടെ അസുഖം മാറാൻ ഞാൻ നിയോഗം സമർപ്പിച്ചിരുന്നു. അപ്പം ഇത്രയും എൻ്റെ അമ്മയുടെ രോഗം മാറി ഗുളിയൊക്കെ നിർത്തി ഇപ്പോൾ ആഹാരം നല്ലപോലെ കഴിക്കാൻ പറ്റുന്നതിന് ഈശോയ്ക്കും മാതാവിനും കൊടാനും ഓടി നന്ദി അർപ്പിക്കുന്നു. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നത് അമ്മയുടെ പത്രം വീടുകളിൽ കയറി ഇറങ്ങിയാണ് കൊടുക്കാറുള്ളത്. ഞാൻ ബസ് സ്റ്റാൻഡുകളിലൊന്നും അങ്ങനെ കൊടുക്കാനും ഒരുപാട് പേര് ഇങ്ങനെ ചവിട്ടി അങ്ങനെയൊക്കെ കയ്യെ കിട്ടണ സമയം അവരൊന്നും വായിക്കാൻ പോലും ചിലവർ കൂട്ടാക്കാതെ അങ്ങനെ ചവിട്ടിയ രീതിയിലൊക്കെ ഞാൻ കണ്ടപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെ ഞാൻ ചിലപ്പോഴൊക്കെ ആ പത്രം എടുത്തുകൊണ്ട് വന്ന് എവിടെയെങ്കിലും കാര്യം അത് വായിക്കാൻ കൂടെ പറ്റാത്ത രീതിയിൽ ആൾക്കാർ വളരെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കണ്ടതുകൊണ്ട് ഞാനത് ചിലപ്പോഴൊക്കെ എടുത്ത് വന്ന് എവിടെയെങ്കിലും ആരും ചവിട്ടാത്ത സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. പക്ഷെ ഞാനത് കാരണം വീടുകളിൽ കയറി ചെന്ന് അവരുടെ കൈകളിൽ കൊടുത്തിട്ടാണ് പത്രം കൊടുക്കാറുള്ളത്. എൻ്റെ അമ്മയുടെ അസുഖത്തെക്കുറിച്ച് മാറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പത്രം കൊടുക്കാറ്. പിന്നെ അതുപോലെ ആരെൻ്റെ കൈ നീട്ടിയാലും എൻ്റെ കയ്യിലുള്ള പോലെ ആ സമയത്തുള്ള പോലെ ഞാൻ പൈസ കൊടുക്കാറുണ്ട്. എൻ്റെ കയ്യിൽ എന്താണോ അന്നേരം ഉള്ളത് അതുപോലെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര മനസ്സ് തന്നെ വല്ലാതെ ഞങ്ങളുടെ ഒരു നീറിയ മനസ്സായിരുന്നു. എപ്പോഴും സങ്കടം മാത്രമേ ഉള്ളൂ അമ്മയുടെ കാര്യം. എനിക്ക് ഞാൻ 5ാം ക്ലാസ്സിൽ തുടങ്ങിയപ്പോൾ മുതലാണ് എൻ്റെ അമ്മയുടെ അസുഖം തുടങ്ങിയത്. അപ്പം അന്ന് മുതലേ ഈ അസുഖം കണ്ടുകൊണ്ടാണ് ഇന്നോളം വരെ വളർന്നിട്ടുള്ളത്. ഒരിക്കലും ഒരു സന്തോഷത്തോടെ ഒരു ജീവിതം എല്ലാവരും നയിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് അമ്മയുടെ ഈ ഒരു രോഗം മാറിയ പിന്നെയാണ് ഇപ്പോഴാണ് മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കുന്നതും ചിരിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ അല്ലാതെ തന്നെ ആത്മീയമായി ഒരുപാട് വളരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എൻ്റെ അമ്മയുടെ ഉമിനീര് ഇറക്കുന്നത്. അച്ഛനൊരാപത്തും വരരുതേ, അച്ഛൻ്റെ കാലിന് മുള്ളു പോലും കൊള്ളരുതേ എന്ന് എപ്പോഴും അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കും. കാര്യം ഇനിയും അനേകായിരം മക്കൾക്ക് അച്ഛൻ്റെ കൈവപ്പിലൂടെ ഇനിയും ഒരുപാട് മക്കൾ ഉയർത്തെഴുന്നേറ്റ് വരാനുണ്ട്. അതുകൊണ്ട് അച്ഛൻ എന്നും ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കാൻ എന്നും അമ്മ മാതാവിനോട് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛനെ എന്നും അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ 41:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത് കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ലക്ഷ്മി എന്ന ഈ മകളുടെ വളരെ ഉടമ്പടിയിൽ അടിയുറച്ച ജീവിത സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. പരിശുദ്ധ അമ്മയിലുള്ള വലിയ ആശ്രയത്വം കുടുംബത്തിൽ എങ്ങനെ അനുഗ്രഹമായി തീർന്നുവെന്ന് മകൾ പങ്കുവയ്ക്കുകയായിരുന്നു. അമ്മയുടെ വളരെ ഗുരുതരമായ ക്ലേശകരമായ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് ഈ കുടുംബം അമ്മ മാതാവിൻ്റെ തിരുനടയിലേക്ക് ആദ്യം പ്രാർത്ഥിക്കുവാൻ വരുന്നത്. ലക്ഷ്മി അത് സൂചിപ്പിച്ചു. ഇവിടെ ദേവാലയ ഫ്രണ്ടിൽ കൊണ്ടുവന്ന അമ്മയെ ഇരുത്തിയപ്പോൾ തന്നെ അമ്മ അവിടെ നിലത്ത് വീഴുകയും വല്ലാതെ അസ്വസ്ഥയാവുകയും ചെയ്തു. എന്നാൽ അല്പനേരത്തിന് ശേഷം നേരെ എഴുന്നേറ്റ് വന്ന് ഭക്ഷണം ചോദിച്ചുവെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഒട്ടും ഭക്ഷണം കഴിക്കാതെ വെള്ളം പോലും ഇറക്കാനാവാതെ രോഗക്ലേശത്തിന് മാത്രമായിരുന്ന ഒരു സഹോദരി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന് അമ്മയെ ഒരു നോക്ക് കണ്ട് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥനയിൽ തന്നെ മുഴുവനായി അമ്മയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ നിമിഷങ്ങളിൽ ലഭിച്ച വലിയ രോഗസൗഖ്യത്തെ, ജീവനിലേക്ക് തിരികെ വരുവാൻ അമ്മ നീട്ടിയ ആ കരബലത്തെ, അതിനെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് ആ രോഗത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രയാസമായിരുന്നു എപ്പോഴും തുപ്പി നടക്കുക, ഉമ്മുനീര് ഉള്ളിലേക്ക് ഇറക്കാനാവാതെ ക്ലേശിക്കുക. അത് മകൾ പറഞ്ഞുവത് ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛനെ കാണാൻ വേണ്ടി ചീട്ടെടുക്കുകയും അങ്ങനെ അച്ഛൻ ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, കൈവെപ്പ് ശുശ്രൂഷയുടെ സമയത്ത് ഒന്നും അങ്ങോട്ട് പറയാതെ അച്ഛൻ നേരെ തൻ്റെ തള്ളവിരൽ കൊണ്ട് സൈത്ത് പൂശി അമ്മയുടെ തൊണ്ടക്കുടലിൽ 3 തവണ കുരിശടയാളം വരച്ചുവെന്ന്. അന്ന് ആ നിമിഷം എന്തോ വല്ലാതെ ഇറങ്ങിപ്പോകുന്നത് പോലെ സഹോദരിക്ക് അനുഭവപ്പെടുകയും പിന്നീട് ഇന്ന് വരെ ആ തുപ്പി നടക്കുന്ന ശീലത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ ലഭിച്ചു. മരുന്നെല്ലാം നിർത്തി, യാതൊരു മരുന്നും എടുക്കാതെ സാധാരണ പോലെ അമ്മയ്ക്ക് ആരോഗ്യം വീണ്ടുകിട്ടതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. രണ്ടും ഉടമ്പടി ജീവിതം
ഉടനടി പരിഹാരമെന്ന് കൃപാസനം പത്രത്തിൽ നാം നിരന്തരം വായിക്കുന്ന അതേ വാചകങ്ങളാണ് ഈ മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. അമ്മയുടെ അരികിൽ വന്നൊരു നോക്ക് കണ്ട് ആ നിഷ്കളങ്കമായ ഭക്തിയിൽ, പൂർണ്ണമായ ശരണത്തിൽ, കണ്ണീരോടെ മറ്റൊരിടം ഇനി കൊണ്ടുപോകുവാനില്ല, അമ്മയുടെ സന്നിധി മാത്രമാണ് അവസാന ആശ്രയം, അല്ലെങ്കിൽ ഇനി മരണമേ ഉള്ളൂ എന്ന അത്ര കണ്ട് ദയനീയമായി ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഈ അമ്മയെ എത്ര കണ്ട് ആരോഗ്യത്തിലേക്ക്, സംരക്ഷണയിലേക്ക് മാറ്റുന്നുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി എടുക്കുന്നവർക്ക് എപ്പോഴും ദൂതന്മാരുടെ സംരക്ഷണം ഉറപ്പാണെന്ന് നാം കാണാറുണ്ട്. അത് വ്യക്തികളായി തന്നെ ഇടപെടുന്നത്, സന്ദേശത്തിലൂടെ കൈമാറുന്നത്, സ്വപ്നത്തിൽ തെളിവുകളും അടയാളങ്ങളും മുന്നോട്ടുള്ള വഴികളും പറഞ്ഞു തരുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും. മകൾ പറയുന്നുണ്ട്, പരീക്ഷയ്ക്ക് വേണ്ടി ഹാളിൽ ചെല്ലുമ്പോഴാണ് ഹാൾ ടിക്കറ്റിൽ ഫോട്ടോ ഒട്ടിച്ചിട്ടില്ല, ഒരു ഗസറ്റഡ് ഓഫീസർ സിഗ്നേച്ചർ ചെയ്തിട്ടില്ലെന്ന് തിരിച്ചറിയുന്നത്. അത് മറ്റുള്ളവർ പറഞ്ഞ് അറിയുന്ന നിമിഷം മകൾ അതിൻ്റെ ക്ലേശാവസ്ഥ എല്ലാം പറഞ്ഞു. വാഹന സൗകര്യമില്ലാത്ത, വല്ലപ്പോഴും മാത്രം ഏതെങ്കിലും വാഹനം ഓടുന്ന റോഡരികിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നൊരു പിടുത്തവുമില്ല. പരീക്ഷ നഷ്ടപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പാകുമ്പോഴാണ് ഒരു വ്യക്തി ഓട്ടോ നിർത്തുന്നതും പിന്നീട് സ്വന്തമെന്നതുപോലെ കൊണ്ടു നടന്ന് ഫോട്ടോ എടുപ്പിച്ച് സ്കൂളിൽ കൊണ്ടുപോയി ഒപ്പുവെപ്പിച്ച് പരീക്ഷയുടെ സമയത്തിന് മുമ്പ് എത്തിച്ച് മകളെ കൊണ്ട് പരീക്ഷ എഴുതിക്കുന്നത്. മകളത് ഓരോ തവണയും പറയുന്നുണ്ട്, അത് അമ്മ മാതാവ് അയച്ചു തന്ന ഓട്ടോക്കാരനാണ്. കാരണം ഉടമ്പടിയിൽ എപ്പോഴും നമുക്കതങ്ങനെ തിരിച്ചറിയാൻ പറ്റും. നമ്മൾ ജീവിതമാകെ പ്രതിസന്ധിയിലായി, മുന്നോട്ടുള്ള ഗതിയില്ലാതെ, നാം വല്ലാതെ സ്റ്റക്കായി നിൽക്കുമ്പോൾ നമുക്ക് പുതിയ വഴികൾ തുറന്നു തരുവാൻ പുതിയ വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അമ്മ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് മകൾ ഏറ്റുപറഞ്ഞ് ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. മകളുടെ വാക്കുകളിൽ മുഴുവനും അമ്മയോടുള്ള നിഷ്കളങ്കമായ സ്നേഹമാണ്. കുടുംബത്തിലെല്ലാവരും സംസാരിച്ചു. ഓരോരുത്തരും വളരെ എളിമയോടുകൂടി അമ്മയുടെ അരികിൽ അവരുടെ ജീവിതത്തിലേക്ക്, കണ്ണീരിൻ്റെ ജീവിതത്തിലേക്ക്, അനാഥത്വത്തിൻ്റെ ജീവിതത്തിലേക്ക്, ദുഃഖങ്ങളുടെ ജീവിതത്തിലേക്ക്, രോഗങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ എങ്ങനെ കടന്നു വന്ന് ആശ്വാസം, സന്തോഷം, പ്രത്യാശ അത് പകർന്നുവെന്ന് സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ നാം ഏതൊരു നിയോഗം കൊടുക്കുമ്പോഴും നിയോഗത്തിനൊപ്പം ജീവിതം സമർപ്പിക്കുവാൻ നാം തയ്യാറാണെങ്കിൽ അതെപ്പോഴും നമ്മളെ ദൈവിക അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന അടയാളം നൽകിക്കൊണ്ട് അമ്മ കൂടെയുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. അമ്മയുടെ ദിവ്യമായ സാന്നിധ്യം ഈ കുടുംബത്തിൽ അതിൻ്റെ എല്ലാ ക്ലേശ സമയങ്ങളിലും അനുഭവിച്ചത് മക്കൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഡ്രെയിനേജ് വിഷയത്തിലും എല്ലാവരും ഒഴിഞ്ഞു മാറി പോകുമ്പോൾ ഒരു വ്യക്തി മുന്നോട്ട് വന്ന് എല്ലാ കഷ്ടപ്പാടും ഏറ്റെടുത്ത് ആ കുടുംബത്തെ സഹായിച്ചതിനെയും സഹോദരി സൂചിപ്പിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഏത് ആപത്തിലകപ്പെട്ടാലും കൂടെ നിന്ന് പരിശുദ്ധമ്മ ദൂതന്മാരെ അയച്ച് നമ്മുടെ ജീവിതങ്ങളെ സംരക്ഷിക്കുമെന്ന് ഈ കുടുംബം ഏറ്റുപറയുകയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് യോഹന്നാൻ 2:5 ആ ശിഷ്യന്മാരോട് അമ്മ മാതാവ് പറയുന്നത്, ആ ശിഷ്യന്മാർ പ്രവർത്തിക്കുമ്പോൾ അത് അനുഗ്രഹമായി തീരുന്നത് പോലെ ഉടമ്പടിയിൽ നമ്മോട് എന്താണോ പറയുന്നത് അത് ചെയ്യുവാൻ നമ്മൾ തീരുമാനിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവികമായ പരിഹാരങ്ങൾ, നാം പോലും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ അമ്മ നമുക്ക് വേണ്ടി നേടിത്തരുന്നതും കൈകളിൽ വെച്ച് തരുന്നതും അനുഭവിക്കുവാനാവും. അതിൻ്റെ സുന്ദരമായ വിശ്വാസ സാക്ഷ്യങ്ങളാണ് ഈ കുടുംബം നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ബോധ്യങ്ങൾക്കും അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.